Standard 4, Lesson 2, Paper Boats, Part 2. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? നല്ല കുറേ ബോട്ട് ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൺകുട്ടി വന്നിട്ട് ആ ബോട്ടെല്ലാം അതിനെ മറിച്ചിടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ? അന്ന് ആരോടാണ് പരാതി പറഞ്ഞത്? ആണ്ട് അരുന്ധതി അവളെ ആശ്വസിപ്പിച്ചു. വേറെയും കുറേ ബോട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞു അല്ലേ? ഇത്രയാണ് നമ്മൾ കണ്ടത്. Take the next page. Good guidance. In no time, a boat was ready and then a few more. Finally, she gave all the boats to Anna and said, "Here, go and have fun." ആരാണ് ബോട്ടെല്ലാം ഉണ്ടാക്കി കൊടുത്തത്? ആണ്ട് അരുന്ധതി. വളരെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഒന്ന് മാത്രമാണോ? ആൻഡ് ദെൻ എ ഫ്യൂ മോർ, കുറച്ചുകൂടി ബോട്ട്സ് ഉണ്ടാക്കി കൊടുത്തു. ആർക്കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? ആ ആൺകുട്ടിക്കും കൂടെ വേണ്ടി. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ്, ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. ഇതെല്ലാം ഉണ്ട്, പോയി കളിച്ച് രസിച്ചോളൂ. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി, Anna started walking hesitantly towards the stream. Clutching means മുറുകെ പിടിച്ചു. Clutching the boats tightly, ആ ബോട്ടുകളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് Anna started walking hesitantly towards the stream. അരുവിക്കരയിലേക്ക് നടന്നു. എങ്ങനെയാണ് നടന്നത്? Hesitantly means വളരെ മടിച്ച്. The boy was still there. ആ ആൺകുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. He looked at her curiously. അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. അന്ന took out 2 not so good boats and held them out. ആ ഉണ്ടാക്കിയതിൽ അത്ര നന്നല്ലാത്ത 2 ബോട്ടുകൾ എടുത്ത് അവന് കൊടുത്തു. Here you are. She handed the boats over to the boy without the trace of a smile. ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ, without the trace of a smile, ഒന്ന് പുഞ്ചിരിക്കുക കൂടി ചെയ്യാതെ, she handed the boat over to the boy. അവൾ ആ ബോട്ടുകൾ അവന് കൈമാറി. ഹാൻഡഡ് ഓവർ, കൈമാറി. The boy took them and just stood there quietly. ആ കുട്ടി അത് വാങ്ങിച്ചിട്ട് അവിടെ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. He did not know what to say. അവൻ അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. A true friendship. Look at the picture. We can see Anna is handing over the boat to the boy and he is standing there quietly. Anna gently launched her boat. നമ്മൾ പഠിച്ചതാണ്, ലോഞ്ച്ഡ് പറഞ്ഞതാണ്. പതുക്കെ കപ്പലുകൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടുകൾ വെള്ളത്തിൽ ഇറക്കുന്നതിനാണ് ലോഞ്ച് എന്ന് പറയുക. പുതുതായിട്ടൊന്ന് ആരംഭിക്കുക അല്ലെങ്കിൽ ബോട്ട് വെള്ളത്തിലിറക്കുക, കപ്പൽ വെള്ളത്തിലിറക്കുക, ഇതിനൊക്കെ ലോഞ്ച് എന്നാണ് പറയുക. അന്ന ജെന്റ്ലി ലോഞ്ച്ഡ് ഹർ ബോട്ട്. പതുക്കെ ആ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി. Swiftly the boat sailed down the stream. Swiftly, വളരെ വേഗത്തിൽ ആ ബോട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോയി. The boy stood there watching it. ആ ആൺകുട്ടി ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ? A faint smile appeared on his lips. അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വന്നു. Anna looked at the boy through the corner of her eyes. അന്ന ഇങ്ങനെ അവനെ നോക്കി. എങ്ങനെയാണ് നോക്കിയത്? Through the corner of her eyes. നേരെയാണോ നോക്കിയത്? ഇങ്ങനെ കണ്ണിൻ്റെ കോണിലൂടെ ഇങ്ങനെ നോക്കി. Suddenly she saw the boat getting caught in a heap of mud and stones. പെട്ടെന്ന് അവൾ എന്ത് കണ്ടു? She saw the boat getting caught in a heap of mud and stones. Heap means കൂന. ചെളിയുടെയും കല്ലുകളും ഉണ്ടായിരുന്ന ഒരു കൂമ്പാരത്തിൽ, ഒരു കൂനയിലേക്ക് ആ ബോട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമായിരുന്നു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ അതിലേക്ക് വെള്ളം തെറിച്ച് ആ ബോട്ട് പതുക്കെ മുങ്ങാനായിട്ട് തുടങ്ങുക. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഇൻ എ ഫ്ലാഷ്, വളരെ പെട്ടെന്ന്, ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം, ആ ആൺകുട്ടി അരുവിലേക്ക് ചാടി. ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ, ആ വെള്ളത്തിൽ നിന്ന് ആ ബോട്ടിനെ വലിച്ചെടുത്തു.
He gave it to Anna. അവനത് അന്നയ്ക്ക് കൊടുത്തു. She took the boat and smiled. അവൾ ആ ബോട്ട് എടുത്തിട്ട് പുഞ്ചിരിച്ചു. The boy smiled back pleasantly. അവനും വളരെ സന്തോഷത്തോടെ അവളെ നോക്കി ചിരിച്ചു. Anna gently placed another boat in the stream. അന്ന വീണ്ടും പതുക്കെ മറ്റൊരു ബോട്ട് അരുവിയിലേക്ക് വെച്ചു. It sailed swiftly and drifted past. അത് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഒഴുകിപ്പോയി. Soon it was out of sight. അത് കാഴ്ചയിൽ നിന്നും പെട്ടെന്ന് തന്നെ മറഞ്ഞു. Anna and the boy looked at each other and smiled. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഇതാണ് ആ സ്റ്റോറി. അപ്പോൾ എങ്ങനെയാണ് ഒരു സൗഹൃദം ഉടലെടുത്തതെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇനി താഴേക്ക് നോക്കിയേ. Here is a poem in which we see a boy making paper boats to float down the stream. Read and enjoy the poem. നോക്കി, താഴെ ഒരു പോയം തന്നിട്ടുണ്ട് അല്ലേ? ആ പോയത്തിനകത്ത് ഒരു കുട്ടി ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നതും പിന്നീട് അതിനെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും ഒക്കെയാണ് വിവരിക്കുന്നത്. നമുക്ക് ആ പോയം ഒന്ന് കേട്ടു നോക്കാം. Day by day, I float my paper boats one by one down the running stream. Day by day, I float my paper boats one by one down the running stream. In big black letters, I write my name on them and the name of the village where I live. I hope that someone in some strange land will find them and know who I am. I load my little boats with shewly flower from our garden and hope that these blooms of the dawn will be carried safely to land in the night. I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. I know not what playmate of mine in the sky sends them down the air to race with my boats. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight stars. The fairies of sleep are sailing in them, and their baskets are laden full of dreams.